ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഹെയർ ബോ, അതായത് പഴയ ഒരു ഹെയർ ബോ എങ്ങനെ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ സെറ്റ് ചെയ്യാമെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതെൻ്റെ മകളുടെ പഴയ ഒരു ഹെയർ ബോയാണ്. ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടായിരുന്നു, അത് ഇളകിപ്പോയതിൻ്റെ ഒപ്പം അവിടുത്തെ ആ ഒരു പെയിൻറ്റ് കൂടി പോയിട്ടുണ്ട്. കണ്ടാൽ മനസ്സിലാവും നിങ്ങൾക്ക്. അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് ഞാൻ. നന്നായിട്ടൊന്ന് അതായത് ഇനി നമ്മൾ എന്തെങ്കിലും ഫിക്സ് ചെയ്യുമ്പോൾ ഇളക്കി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത്. ആ ഇളകി ഭാഗം കുറച്ചുകൂടി ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നോക്കാം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ഇതിന് ഒരു ബെല്ലൈക്കണുണ്ട്, അത് അമർത്തി ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. ഇതിലേക്ക് ഞാൻ ഫോം ഫ്ലവർ സെറ്റ് ചെയ്ത് വെച്ചതിനെ ഒട്ടിക്കുവാണ്. കുഞ്ഞ് ഫോം ഫ്ലവർ സെറ്റ് ചെയ്തതാണ്. അത് അടുപ്പിച്ച് ആ പെയിൻറ്റ് പോയ ഭാഗത്ത് മാത്രമായിട്ട് സെറ്റ് ചെയ്യുവാണ്. അപ്പോഴത്തേക്കും ആ ഒരു വൃത്തികേട്, അതായത് ആ ഒരു പെയിൻറ്റ് പൊളിഞ്ഞു പോയത് നമുക്ക് കാണാൻ കഴിയില്ല, നല്ല ഭംഗിക്ക് കിട്ടും. അത്രയും ഭാഗം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒട്ടും അറിയുന്നില്ല. പിന്നെ നമ്മുടെ ഈ ഡ്രസ്സിലൊക്കെ പിടിപ്പിക്കുന്ന ടൈപ്പ് സ്റ്റോണാണ് അത് ഞാനിത് ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുവാണ്. ഇങ്ങനെ അപ്പുറം ഇപ്പുറം വെച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഒട്ടിക്കാം കേട്ടോ. ഈ രീതിയിലാണ് ഞാൻ ഒട്ടിച്ചേക്കുന്നത്. നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിന് മാറ്റം വരുത്താൻ പറ്റും. മാറ്റം വരുത്തി ഫുള്ള് ഇങ്ങനെ ഒട്ടിക്കുക. കുറച്ച് ഭാഗം ചെവിയുടെ ആ ഭാഗം വിട്ടതിന് ശേഷമാണ് ഞാൻ ഒട്ടിക്കുന്നത്. കാരണം വെച്ചാൽ ആ ഭാഗത്ത് ഇങ്ങനെ കാണുന്നില്ലല്ലോ, കാണാൻ പറ്റുന്ന ഭാഗമല്ല. അതുപോലെ അവിടെയൊക്കെ ഇങ്ങനെയുള്ള ഐറ്റംസ് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ചെവി വേദന എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ചെവിയുടെ പുറകു വശം വേദനിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് അവിടെ ഒഴിവാക്കിയത്. നോക്കൂ, ഇങ്ങനെ മാക്സിമം അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുക്കുന്നതിനോടൊപ്പം മറ്റ് ഒട്ടിച്ച ഐറ്റംസ്, അതായത് ഇത് തുണിയിൽ വെക്കുന്ന ഒരു സ്റ്റോണാണ് കേട്ടോ. അത് ഞാനിങ്ങനെ ബോയിലേക്ക് പരീക്ഷിക്കാൻ നോക്കിയതേ ഉള്ളൂ. ഇങ്ങനെ അടുപ്പിച്ചൊട്ടിച്ച് കൊടുക്കുക. രണ്ട് വശവും അതുപോലെ അടുപ്പിച്ചൊട്ടിച്ച് കൊടുത്ത് നല്ല ഭംഗിയായിട്ട്. ഈ സ്റ്റോൺ വേണമെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാമായിരുന്നു, പക്ഷേ ഇതിൻ്റെ ഇടയിലൂടെ നമുക്ക് ഇതിൻ്റെ ബേസ് കാണാൻ പറ്റും, ബ്ലാക്ക് കളറ് കാണാൻ പറ്റുന്ന കാരണമാണ് ഞാൻ അവിടെ ആ പെയിൻറ്റ് പോയ ഭാഗത്ത് ഫോം ഫ്ലവർ ഒട്ടിച്ചത്. അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബ്ലാക്ക് കളർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ഇത് കാണുമ്പോൾ വലിയൊരു ഇങ്ങനെ കാണുമ്പോൾ ഓക്കെയാണ്, പക്ഷേ ആ ഫ്ലവർ മാറ്റിയിട്ട് അവിടെ ഈ സ്റ്റോൺ ഫുള്ളായിട്ട് കവർ ചെയ്യുമ്പോൾ ആ വൃത്തികേട് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ഹെയർ ബോ നമുക്ക് നമ്മുടെ മക്കൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും. അവരുടെ സന്തോഷം നമുക്ക് കാണാനും പറ്റും. നോക്കൂ, എന്ത് രസമാണ് ഇത്. നമ്മുടെ ബട്ടൺ ഹോളിലൊക്കെ കിട്ടുന്ന ടൈപ്പ് സ്റ്റോണാണ്. ഇതിൽ പല കളറും കിട്ടും കേട്ടോ. നമുക്ക് ഏതാണ് വേണ്ടത് അതനുസരിച്ച് മേടിച്ച്, കുറച്ച് പൈസ ആവത്തുള്ളൂ, അധികം കാശൊന്നും ആകത്തില്ല. 10 രൂപക്ക് നമുക്ക് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റി കിട്ടും. അതനുസരിച്ച് നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് മക്കൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഭംഗിയുള്ള ഒരു ഹെയർ ബോ. നോക്കിക്കോ, ആദ്യം എങ്ങനെയാണ് ഇരുന്നതെന്നും ലാസ്റ്റ് ഫൈനൽ ലുക്ക് എന്താണെന്നും നോക്കിയതിന് ശേഷം എനിക്കൊരു ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ. പിന്നെ ഇതുപോലെയുള്ള ഇത് ഡാമേജ്ഡ് ആയത് ഞാൻ എങ്ങനെയാണ് ക്ലിയർ ആക്കുന്നതെന്നാണ് കാണിച്ചത്. അതായത് നല്ലൊരു ഹെയർ ബോയ് ആക്കി നമുക്ക് എങ്ങനെ മാറ്റാമെന്നാണ് ഞാൻ കാണിച്ചത്. ഇതുപോലുള്ള വീഡിയോകൾ വേണമെങ്കിൽ നിങ്ങൾ ദയവായി എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കില്ലല്ലോ അല്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഭംഗിയാണ്. കണ്ടോ, ഫൈനൽ ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും
നല്ല ഭംഗിയുള്ള ഒരു ഹെയർ ബോയാണ്. ദേ ഇപ്പോൾ കണ്ടോ, അതിൻ്റെ സൈഡിലെ ആ പെയിൻറ്റ് പോയ ഭാഗമൊന്നും നമുക്ക് കാണുന്നില്ല. നല്ല ക്ലിയർ ആയിട്ട് ന്യൂ, അതായത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ലെവലിൽ ഒരു ഹെയർ ബോ നമുക്ക് മക്കൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നാൽ ശരി, ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും ശുഭദിന.